കുട്ടികൾ കൗമാരത്തിലെത്തുമ്പോഴേ നമ്മൾ വീട്ടുകാർക്ക് ബേജാറാണ്, പ്രത്യേകിച്ച് അമ്മമാർക്ക്. അത് പെൺകുട്ടികളാകുമ്പോൾ പിന്നെ പറയേ വേണ്ട. ആർത്തവത്തിലേക്ക് എത്തുമ്പോൾ മക്കൾ പെട്ടെന്ന് വലുതായി എന്നുള്ള സങ്കടം ഉണ്ടാവും. ഒപ്പം എങ്ങനെ അവർ ഇതിനോടൊക്കെ പൊരുത്തപ്പെടുന്നുള്ള ആശങ്കയും. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പറഞ്ഞു മനസ്സിലാക്കാൻ പൊതുവെ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. ഇത് പറയുമ്പോൾ മാസങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു ട്രോൾ വീഡിയോ ആണ് ഓർമ്മ വരുന്നത്. വിഷ് ചെയ്തായിരുന്നു, ആൺകുട്ടികളെന്താ വലുതാവുന്നില്ലേ? ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണെന്ന് തോന്നി. കാരണം ചിലയിടങ്ങളിലൊക്കെ ആർത്തവം ആഘോഷമാക്കുന്നുണ്ട്, പെൺകുട്ടികൾക്ക് മാക്സിമം കെയർ എല്ലാവരും കൊടുക്കാനും ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ മറുഭാഗത്ത് ആൺകുട്ടികളോട്, പ്രത്യേകിച്ച് ടീനേജ് പ്രായത്തിൽ ഒരു കർക്കശ സ്വഭാവമാണ് കാണുന്നത്. വേറൊന്നും കൊണ്ടല്ല, ടീനേജിൽ അവർ കൂടുതലായിട്ട് ഈ അമിത സ്വാതന്ത്ര്യവും സൗഹൃദവും വീടിന് പുറത്ത് ആഘോഷിക്കുന്നതാണ് സാഹചര്യം വഷളാക്കുന്നത്. നമ്മൾ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുഭവിച്ച കാര്യങ്ങളായതുകൊണ്ട് പെൺകുട്ടികൾക്ക് നമുക്കിതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്നാൽ ആൺകുട്ടികളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ടീനേജിൽ, അച്ഛന്മാരല്ലേ ഇതിനൊക്കെ മുൻകൈ എടുക്കേണ്ടത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ സുഹൃത്ത് പറഞ്ഞ കാര്യം ഇവിടെ ഷെയർ ചെയ്യാൻ തോന്നുകയാണ്. ടീനേജിലെത്തിയ മോനോട് അവൾ പറഞ്ഞത് ഇതായിരുന്നു: ഈ സമയത്ത് ഫിസിക്കലി ആൻഡ് മെൻ്റലി മാറ്റങ്ങളുണ്ടാവും, ചിലതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നാൽ പെൺകുട്ടികളുടെ കേസിൽ അവർക്കുണ്ടാവുന്ന പീരിയഡ്സ് അവരുടെ കൺട്രോളിലല്ല പലപ്പോഴും. അതുകൊണ്ട് ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു പെൺ സുഹൃത്തിന് വസ്ത്രത്തിൽ കറയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ബ്രദറിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ കുട്ടിയെ സഹായിക്കണം, ഒരിക്കലും കളിയാക്കരുത് എന്നൊക്കെ. എനിക്കറിയില്ല നമ്മളിൽ എത്ര പേര് ഇങ്ങനെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. എന്നെപ്പോലെ അറിയാത്തവരുണ്ടെങ്കിലോ എന്ന് കരുതിയാണ് ഇത് ഞാനിവിടെ പങ്കുവച്ചത്.